പ്രഥമസ്കന്ധം. ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്നാദരാൽ ഉണർന്നെഴുന്നേടിനോരമൃതവും പാനം ചെയ്തനുദിനമാനന്ദിച്ചലസാതെ മാനസ പത്മത്തിങ്കിൽ വാഴും പൈങ്കിളിപ്പെണ്ണേ, മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞു ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാൻ എളുതായ സാധനമേതൊന്നുള്ളൂ. സാദരമതുപാലേ കാലേ ചൊല്ലെന്നോടിപ്പോൾ. ചൊല്ലുവാൻ അനേകമുണ്ടോരോരോ മുനീന്ദ്രന്മാർ, ചൊല്ലിയ വേദാന്ത സാരാദികൾ ബഹുവിധം. ചൊല്ലരുതവയൊന്നും നമുക്ക് പുരാണങ്ങൾ, ചൊല്ലുകെന്നതും കേൾക്കെന്നുള്ളതും ചെയ്യാമല്ലോ. ചൊല്ലഴും പുരാണങ്ങളുള്ളവയെല്ലാറ്റിലും നല്ലതു ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പൂ. പത്മാദി പുരാണങ്ങളൊക്കെയും നന്ദെങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാനിതേ നല്ലു. ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചൊന്നു ഓരോന്നീ നിരൂപിച്ചാൽ എളുതല്ലിത്രയൊന്നും. ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗതത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ. എന്നിതിലെല്ലാ വർണ്ണത്തിങ്കിലും എല്ലാവർക്കും നന്നായി സാധിക്കാവുന്ന എളുപ്പമുള്ളൊന്നല്ലോ. എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോക ചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു ഭാഗവതം അതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ മറ്റുള്ള കഥയെല്ലാം. അവിടെ ആദി ശ്ലോകം മംഗലാചരണമായി കവിനായകൻ പ്രയോഗിച്ചതു വേദവ്യാസൻ. സർവജ്ഞനായി സർവജഗൽക്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനദ സ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവു തന്നെ ധ്യാനിക്കായി വരണമേ. വസ്തുനിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ടു ചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും അതിൻ പ്രാപ്തി, പരമാത്മതത്വവും അതിൻ പ്രാപ്തി സാധനവുമായി മേദ്യമായിരിക്കുന്ന ധർമ്മവും അതിങ്കലേ കേൾക്ക മാത്രമേ വേണ്ടൂ. ഭക്തിയുണ്ടാവാൻ പിന്നെ മോക്ഷവും വരുമെന്നു വേറെ ഞാൻ ചൊല്ലേണമോ? സുഖമേവ സേവിച്ചിടാം പ്രാമാണ്യവശന്താനും നിഗമമെന്നു മൂന്നാം പദ്യത്തെ കൊണ്ടു ചൊല്ലി വേദമായിടുന്നൊരു കൽപ്പക വൃക്ഷത്തിന്റെ മോദമാർന്നഴും ഫലമാദരപൂർവം ഭക്ത്യാ വീണിതു സുഖമുഖത്തിങ്കൽ നിന്നുടൻ ഭുവി ആനന്ദം വരുമാറു പീയൂഷദ്രവത്തോടും. അങ്ങനെയുള്ള മഹാഭാഗവതാഖ്യരസം മംഗലം വന്നു പരന്തങ്കലേപ്പോളം ആവോളം പാനം ചെയ്തു കൊള്ളുക രസികന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ നിരന്തരം.